കെട്ട് കഴിഞ്ഞില്ലേ? പിന്നെ കെട്ടും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ്. നിന്റെ കെട്ട് കഴിഞ്ഞില്ലേ? എന്റെ കെട്ട് കഴിഞ്ഞ് 3-4 പിള്ളേരായി. എടാ അതല്ല ചോദിച്ചു, ഇതിന്റെ കെട്ട് കഴിഞ്ഞില്ലെന്ന്. ഇതിന്റെ കെട്ട് കഴിഞ്ഞാൽ തലക്കുകൂടാത്ത ആൾക്കാരോട് നീ എന്തിനാ വെറുതെ? തലയ്ക്ക് സുഖമില്ലാത്ത തലയ്ക്ക് സുഖമില്ലെങ്കിൽ എന്റെ കാലുമ്പോ ചങ്ങലുണ്ടാവില്ല പട്ടി. എന്താ വിളിച്ചത്? ദേഹണ്ണക്കാരനാ? ദേഹത്തെ എണ്ണീർന്നെന്ന് ചോദിക്കുക. അതെന്താ നിന്നെ അച്ചാറിടാൻ പോന്ന രാമൻകുട്ടി അച്ചാർ? സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവല്ലേ? അതെങ്ങനെ മനസ്സിലായി? മോനെ, കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തിന് പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കി ചെയ്യാം. എടാ, ഹോം അപ്ലയൻസ് ഓഫ് ദ ടു ഫാമിലീസ്, യു ആർ ദ ലിങ്ക്. ലിങ്കോ? നോ, യു ആർ ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്. The two family attached to the bathroom, your family's food and accommodation. What do you mean? അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പിമീൻ. പോടാ. ഡ്രസ്സാ വാങ്ങിച്ചോ? അയ്യോ, ഞാൻ കുളിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഡ്രസ്സ് മാറിയേക്കാം. ഒരു മരണ വീടല്ലേ? നിനക്കല്ല, ശവത്തിന്. പിന്നെ ശവം കുളിച്ച് ഡ്രസ്സും മാറി ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാൻ പോവല്ലേ? VIP-യോ? ചത്തവരെ കാർ-IP അല്ലേ? എനിവേ, നൈസ് മെറ്റീരിയൽ. രാമകുട്ടി, 2 മണിക്കൂർ കഴിഞ്ഞ വെറുതെ കത്തിച്ച് കളയാനുള്ള സാധനോ? ഇത് ചുമ്മാ വേസ്റ്റ് ആക്കണോ? ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? എന്റെ ഇത്തിരി പഴയതാണെന്നേ ഉള്ളൂ. സെയിം കളറാ, ആരും അറിയില്ല. എന്താ? ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? ശവത്തിന്റെ വരെ ജെട്ടി അടിച്ചു മാറ്റുന്നോടാ പിശാശി. ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ചെറ്റിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. വാട വൃത്തിയിട്ടവനെ മറ്റുള്ളവർ കൂടി ജെട്ടി ശവം വാങ്ങിച്ചു വെക്കാനായി. ബിസിനസ് ഒക്കെ എങ്ങനെ? ഡെഡ് ബോഡി ഒക്കെ കിട്ടാറുണ്ടോ? ഇപ്പൊ എടുക്കാണ്ടാവോ? നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ.